ഹൗ ടു കൺട്രോൾ യുവർ മൈൻഡ്. എങ്ങനെ നമുക്ക് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം? ഇതിനെ ബേസ് ചെയ്ത് ദന്തപാനി ഒരു സ്പീച്ചിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും, അല്ലേ? നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഫോക്കസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യത്തിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ആളുകൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ ഭയങ്കര ബിസിയാണ്, ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്നൊക്കെ. ബട്ട് നോ, അത് ശരിക്കും അങ്ങനെയല്ല. ആക്ച്വലി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ചോയ്സസ് ആണ്, അല്ലേ? ആരും നിങ്ങളെ നേരെ തോക്ക് ചൂണ്ടി പറയുന്നില്ല, നീ ഈ കാര്യം ചെയ്യടാ, ആ ആളോട് സംസാരിക്കുക, അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളും അത് യൂസ് ചെയ്യണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണ്ട. നമുക്ക് എല്ലാവർക്കും എനർജി ഉണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ഈ എനർജി യൂസ് ചെയ്തിട്ടാണ്. ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. അത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. സോ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എനർജിയെ എവിടെയൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. പൈസയെ പോലെ തന്നെ ഈ എനർജിയും ശരിയായി മാനേജ് ചെയ്യേണ്ട ഒന്നാണ്. വൈസ്ലി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആവറേജ് ആയിട്ടുള്ള ഒരാൾ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട്. ബാക്കി 16 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുകയാണ്. നമ്മളതിൽ 12 മണിക്കൂർ എന്തെങ്കിലും ഒരു കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ മികച്ചതായി തീരും. റൈറ്റ്? ദാറ്റ്സ് ദ ലോ ഓഫ് പ്രാക്ടീസ്. നമ്മൾ എന്തൊരു കാര്യമായാലും ശരി, അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ മികച്ചതായി തീരുക തന്നെ ചെയ്യും. ഈ കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകളും ഡിസ്ട്രാക്റ്റഡ് ആയി മാറുന്നത്. കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷൻ ആണ്. ദെൻ ആളുകൾ പറയും, ഈ ടെക്നോളജിയാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. സ്മാർട്ട് ഫോൺസ്, ഈ ഫോൺ എന്നെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇൻ്റർനെറ്റ്, ശരിക്കും ഇത് ഡിസ്ട്രാക്ടേഴ്സ് തന്നെയാണോ? ശരിക്കും പറഞ്ഞാലല്ല. ടെക്നോളജി ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. അത് ശരിക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. പക്ഷേ ഓരോ തവണയും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയൂ യജമാനൻ, ഞാൻ എന്താണ് താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള ഒരു മൈൻഡാണ് എന്നുണ്ടെങ്കിൽ ദെൻ യു ലിവ് ഇൻ ദാറ്റ് വേൾഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. അത് നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ ടെക്നോളജി വളരെ നല്ലൊരു കാര്യമാണ്. സോ എങ്ങനെയാണ് നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുക? അതിനായിട്ട് ആദ്യം നമ്മുടെ മൈൻഡിനെ മനസ്സിലാക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ. അതാണ് എല്ലാം കണ്ടുപിടിക്കുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, അല്ലേ? നിങ്ങൾക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും ഫോക്കസ് ചെയ്യാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ സാധിക്കില്ല. മൈൻഡിനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് അവയർനെസ്, അവബോധം. രണ്ടാമത്തേത് മൈൻഡ്. സോ ഇമാജിൻ, ഈ അവയർനെസ് എന്ന് പറയുന്നത് ഒരു ലൈറ്റിൻ്റെ ബോളാണ്. ആൻഡ് അതിന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാനുള്ള ഒരു കഴിവുണ്ട്. ദെൻ ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ സ്പേസ് ആണ്. അതിലൊരുപാട് സെക്ഷൻസും ഉണ്ട്. ദേഷ്യം ഒരു സെക്ഷനാണ്, ഫുഡ്, ഹാപ്പിനെസ്, ആർട്ട്, സയൻസ്, ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഈ അവയർനെസ് ആകുന്ന ലൈറ്റ് ബോളിന് മൈൻഡിലെ ഈ സ്പേസിലൂടെ എല്ലാം ട്രാവൽ ചെയ്യാൻ പറ്റും. അതിന് ഏത് ഏരിയയിലേക്ക് വേണമെങ്കിലും പോകാം. അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തുമ്പോൾ ആ ഏരിയ പ്രകാശമുള്ളതാകും. പ്രകാശം എത്തുമ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ കൂടുതൽ കോൺഷ്യസ് ആവുകയും ചെയ്യും. ആൻഡ് ഇതാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നത്. നമ്മുടെ അവയർനെസ് ഒരു ഏരിയയിൽ നിന്നും വേറെ ഏരിയയിലേക്ക് ദിവസം മുഴുവനും ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. സോ നമുക്ക് എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ അവയർനെസ് ആ ഒരു ഏരിയയിൽ കൂടുതൽ നേരം നിർത്തണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഒരു കാര്യം തന്നെ ദിവസം മുഴുവനും ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്കുള്ള അവസരങ്ങളെ നോക്കുക. പ്രാക്ടീസ് ഇറ്റ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ മുഴുവൻ എനർജിയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. സോ ലേൺ കോൺസെൻട്രേഷൻ ബൈ ഡൂയിങ് വൺ തിങ് അറ്റ് എ ടൈം. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കൊണ്ടുവരിക. മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്.